നമസ്കാരം. വിമാനയാത്രകൾ എപ്പോഴും ഒരുപോലെയായിരിക്കില്ല. ആകാശത്തെ ജീവൻ പണയം വെച്ചാണ് ആളുകൾ യാത്ര ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ വിമാനയാത്രയെക്കുറിച്ച് പറയാറുണ്ട്. നമ്മുടെ ജീവനും സംരക്ഷണവും എല്ലാം പൈലറ്റിൻ്റെ കയ്യിലാണ്. അതുപോലെ തന്നെ വിമാനത്തിൻ്റെ സുരക്ഷയും വളരെ പ്രധാനമാണ്. ഇതുപോലെ തന്നെയാണ് വിമാനയാത്രയിൽ നടക്കുന്ന ചില സംഭവങ്ങളും. ഏറ്റവും ഒടുവിലായി യുണൈറ്റഡ് എയർലൈൻ വിമാനത്തിൽ നടന്ന നാടകീയ സംഭവമാണ് ചർച്ചയായിരിക്കുന്നത്. വിമാനം എയർപോർട്ടിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്തതിനു പിന്നാലെ ക്യാബിനിൽ പുക നിറഞ്ഞതാണ് യാത്രക്കാരെ ഭീതിയിലാക്കിയത്. ഉടനെ തന്നെ വിമാനം തിരിച്ചുവിട്ടു. എമർജൻസി ലാൻഡിംഗ് നടത്തി. യാത്രക്കാരെ ഒഴിപ്പിച്ചത് പ്രത്യേക വാതിലിലൂടെയാണ്. ഡിസംബർ 4-ന് അമേരിക്കയിലെ നെവാർക്കിലാണ് സംഭവം നടന്നത്. നെവാർക്കിൽ നിന്നും ഡിട്രോയിറ്റിലേക്ക് പുറപ്പെട്ട യുണൈറ്റഡ് എയർലൈൻ വിമാനത്തിലായിരുന്നു സംഭവം. വിമാനം 19,000 അടി ഉയരത്തിലെത്തിയപ്പോഴാണ് നാടകീയ സംഭവങ്ങളുടെ തുടക്കം. പുകമണം അസഹ്യമായതിനു പിന്നാലെ വിമാനം അടിയന്തരമായി തിരിച്ചിറക്കുകയായിരുന്നു. 20 വർഷം പഴക്കമുള്ള എംപയർ E-170 യുണൈറ്റഡ് ജെറ്റ് വിമാനത്തിലാണ് പുകമണം നിറഞ്ഞത്. യാത്രക്കാരെല്ലാം പരിഭ്രാന്തിയിലായി. ചെറിയ രീതിയിൽ അനുഭവപ്പെട്ട പുകമണം അതിരൂക്ഷമായതിന് പിന്നാലെയാണ് വിമാനം അടിയന്തരമായി നെവാർക്ക് ലിബർട്ടി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തിരിച്ചിറക്കിയത്. വൈകുന്നേരം 5 മണിയോടെയാണ് വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. തുടർന്ന് റൺവേയിലേക്ക് എത്തിയതിന് പിന്നാലെ തന്നെ എമർജൻസി സ്ലൈഡുകളിലൂടെ യാത്രക്കാരെ വിമാനത്തിന് പുറത്തേക്ക് എത്തിക്കുകയായിരുന്നു. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നാണ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ വിശദമാക്കിയിരിക്കുന്നത്. എമർജൻസി ലാൻഡിങ്ങും തുടർന്നുള്ള സംഭവങ്ങളും മറ്റ് ചില സർവീസുകൾ വൈകാൻ കാരണമായിട്ടുണ്ട്. 1 മണിക്കൂറോളമാണ് മറ്റ് വിമാനങ്ങൾ വൈകിയത്. അതേസമയം യുണൈറ്റഡ് എയർലൈൻ വിമാനങ്ങളുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ നവംബർ മാസത്തിൽ 3,43,000 യാത്രക്കാരുടെ യാത്രകളാണ് വിവിധ രീതിയിൽ ആളുകളെ ബാധിച്ചത്.